അങ്ങനെ ലോർഡ് ഓഫ് ദി മിസ്റ്ററീസിന്റെ ആദ്യത്തെ സീസൺ ഇന്നലെ കംപ്ലീറ്റ് ആയി അത് കണ്ടു തീർത്തു. സോ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് സീരീസ് ഇസ് ദ പെർഫെക്റ്റ് ഡെഫിനിഷൻ ഓഫ് എ ഫ്രീക്കിംഗ് മാസ്റ്റർ പീസ്. അതുപോലത്തെ ഒരു ഐറ്റം ആയിരുന്നു. ഒരു രക്ഷയില്ലാത്ത ഒരു കിട്ടിലൻ ആനിമി സീരീസ്. ആനിമി സീരീസ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്, ഇതൊരു ചൈനീസ് ഡോങ്ങോ ആണ്. പലരും ഇപ്പോഴും ആനിമി സീരീസ് എന്നാണ് പറയുന്നത്. കാര്യം അങ്ങനെ പറഞ്ഞാൽ എല്ലാവർക്കും ഒന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാകത്തുള്ളൂ. സോ സീരീസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഇസക്കൈ ആനിമി സീരീസ് ആണ്. പക്ഷെ ഒരു ടിപ്പിക്കൽ ഇസക്കൈ ആനിമി സീരീസ് അല്ല. നമ്മുടെ നായകൻ ഒരു റിച്വൽ ചെയ്യുവാണ്. അത് കാരണം തന്നെ അവനൊരു വിക്ടോറിയൻ ഇറയിലേക്കാണ് ഇസക്കൈ ചെയ്യപ്പെടുന്നത്. അവിടെ ചെല്ലാൻ നേരത്ത് അവൻ ക്ലെൻ മൊറേറ്റി എന്ന് പറയുന്ന ഒരു സൂയിസൈഡ് ചെയ്യപ്പെട്ട ഒരു ബോഡിയിലേക്കാണ് അവൻ വന്ന് കയറുന്നത്. സോ ഈ ക്ലെന്നിന്റെ ബോഡിയുടെ ചുറ്റുപറ്റി കുറച്ചധികം മിസ്റ്ററീസ് ഒക്കെ ഒളിഞ്ഞിടപ്പുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് നമ്മുടെ നായകൻ നോക്കുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ച് ഇതൊരു പെർഫെക്റ്റ് ആനിമി സീരീസ് ആണ്. പെർഫെക്റ്റ് എന്ന് വെച്ചാൽ ഒരു 10 ഔട്ട് ഓഫ് 10 ആനിമി സീരീസ്. ഒരു കിടിലൻ അഡാപ്റ്റേഷൻ കൂടിയാണ്. ആനിമേഷൻ ആണെങ്കിലും ക്യാരക്ടേഴ്സിന്റെ ഗ്രോത്ത് ആണെങ്കിലും അവരുടെ ഡെവലപ്മെന്റ് ആണെങ്കിലും ആ സ്റ്റോറി ടെല്ലിംഗ് ആണെങ്കിലും ആ വേൾഡ് ബിൽഡിംഗ് ആണെങ്കിലും ഏത് കോർണറിൽ നോക്കിയാലും ഒരു 10 ഔട്ട് ഓഫ് 10 ആണ്. ഞാൻ ഒത്തിരി എൻജോയ് ചെയ്ത് കണ്ടതാണ്. പക്ഷെ പലരും ഇന്ന് ഈ സീരീസ് ആദ്യത്തെ 2 എപ്പിസോഡ് കണ്ടിട്ട് ഒന്നും മനസ്സിലാകാം, ചുരുക്കം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടൊന്നും ഇല്ലായിരുന്നു ആദ്യം ഒന്നും. സോ ആദ്യ 2 എപ്പിസോഡ് കണ്ടിട്ട് ഒന്നും മനസ്സിലാകാതെ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ഡ്രോപ്പ് ചെയ്യാൻ പാടില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾ ആദ്യം ആനിമി കണ്ടപ്പോൾ ഇത് കാർട്ടൂൺ ആണ്, ഇത് പിള്ളേർ കാണുന്ന സാധനം പറഞ്ഞിട്ട് അത് നമ്മൾ മാറ്റി വെച്ചിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അതേ ഒരു അവസ്ഥ തന്നെയാണ് ഈ ലോർഡ് ഓഫ് മിസ്റ്ററീസ് എന്ന് പറഞ്ഞ സീരീസ്. പതുക്കെ 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 നമുക്ക് എന്താണെന്ന് പിടിതരത്തുള്ളൂ. കാര്യം ഓരോ എപ്പിസോഡ് കഴിയുന്നിടത്തായിരിക്കും നമ്മൾ ഓരോരോ കാര്യങ്ങൾ ക്യാച്ച് ചെയ്യുന്നത്. അങ്ങനെ മാത്രമേ ഈ സീരീസ് എന്താണെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് ഒന്ന് മനസ്സിലാകത്തുള്ളൂ. സത്യം പറഞ്ഞാൽ ഈ 13 എപ്പിസോഡ് കഴിയാൻ നേരത്ത് നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഈ ക്യാരക്ടേഴ്സുമായിട്ട് നമുക്ക് കിട്ടുന്നൊരു ബോണ്ടിങ് ഉണ്ട്. അത് മാത്രമല്ല അടുത്ത് ഇനി എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇനി 2027 അടുത്ത സീസൺ ഇറങ്ങാൻ പോകുന്നത്. അത്ര നാൾ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം അത്രത്തോളം എൻഗേജിങ് ആയിട്ട്, അത്രത്തോളം അടിപൊളിയായിട്ടാണ് ഇവർ ഈ സീസൺ കൊണ്ട് എൻഡ് ചെയ്തിട്ടുള്ളത്. അത്രത്തോളം ത്രില്ലിംഗ് ആയിട്ടാണ് അവർ എൻഡ് ചെയ്തിട്ടുള്ളത്. എനിക്ക് പേഴ്സണലായിട്ട് ഈ സീരീസ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷും ജാപ്പനീസ് ഒക്കെ ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ചൈനീസ് കണ്ടു നോക്ക്. 2 എപ്പിസോഡ് കണ്ട് കഴിയുന്നിടത്ത് ആ ഒരു ട്രാക്കിലേക്ക് നമ്മൾ എത്തുന്നതാണ്. പിന്നെ പതുക്കെ 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 നമ്മൾ അങ്ങനെ വരും. അങ്ങനെയല്ലേ നമ്മൾ ജാപ്പനീസ് ഒക്കെ കണ്ടു തുടങ്ങിയത്. നമ്മളെല്ലാവരും കണ്ട് ശീലിച്ച പോലെ ഒരു ടിപ്പിക്കൽ ആനിമിയോ ഒരു ടിപ്പിക്കൽ ഇസക്കൈ ആനിമി സീരീസോ അല്ലെന്ന് ഞാൻ എന്തായാലും ഉറപ്പ് തരുവാണ്. നിങ്ങളിത് കണ്ടിട്ടില്ലെങ്കിൽ ഒരു മസ്റ്റ് വാച്ച് ഐറ്റം ആണ്. ഇപ്പോൾ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആയുള്ള ആനിമി സീരീസിൽ ഒന്ന് തന്നെയാണ് ലോർഡ് ഓഫ് മിസ്റ്ററീസ്. ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത് കണ്ടു. നിങ്ങൾ എന്തായാലും മിസ് ചെയ്ത് കളല്ലേ, ഇപ്പം തന്നെ പോയി കണ്ടേക്ക്. പിന്നെ നമ്മുടെ പേജ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട.